നമസ്കാരം. ഞാനിപ്പോൾ ഒത്തിരി ആളുകളെ കാണുമ്പോൾ അവർക്ക് ചോദിക്കേണ്ട ചോദ്യമാണ്, ഒരു മാസം എത്ര രൂപ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാസം എത്ര രൂപ ചിലവാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ ശരിക്കും ഒന്ന് ബഡ്ജറ്റ് മാക്സിമം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും. പല ആൾക്കാരുടെ വിഷയം, ഞാൻ ഇൻവെസ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ചിലവിനെ പറ്റി യാതൊരു കൺട്രോളില്ല എന്നുള്ളത്. അപ്പോൾ ചിലവിനെ പറ്റി കൺട്രോളാക്കാനായിട്ടുള്ള ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളുടെ കിട്ടുന്ന എത്രയാണോ ശമ്പളം അതിൻ്റെ 60% മാത്രം നിങ്ങളുടെ ചിലവ് നിർത്തുക. 1 ലക്ഷം രൂപ കിട്ടണമെങ്കിൽ 60,000 മാത്രം ചിലവ് നിർത്തുക. എന്നിട്ട് 40,000 രൂപ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നീക്കാനായിട്ട് ശ്രമിക്കുക. അത് ചിലപ്പോൾ നമ്മുടെ എമർജൻസി ഫണ്ട് ബിൽഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും, കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഓൺ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും. ഇനി അല്ലെങ്കിൽ ഒരു വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡൗൺ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്വരൂപിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാക്കിയിട്ട് 60% ചിലവാക്കാനായിട്ട് 40% നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസിന് വേണ്ടിയിട്ട് കരുതി കൂട്ടി വയ്ക്കാൻ, അതൊന്ന് ഇൻവെസ്റ്റ് ചെയ്യാനെന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻസ് ഒരു പരിധിവരെ നമുക്ക് ട്രാക്കിലാക്കി എടുക്കാൻ പറ്റും.